വളരെ ശക്തമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇത്രയും ദിവസങ്ങൾ കാര്യം പെട്ടെന്ന് തുടങ്ങിയാണെങ്കിലും ഞങ്ങളുടെ എല്ലാം ബി ഡി എസിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ കുറേ നാൾ മുമ്പ് തന്നെ നേരത്തെ ഫിക്സ് ചെയ്യുന്ന സീറ്റുകളിൽ വർക്ക് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് ഇപ്രാവശ്യം നല്ല വ്യത്യാസം ഉണ്ടാകും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത് ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള തൂക്കുമന്ത്രിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊക്കെ കാണുന്നത്. അതായത് അതുപോലെ തന്നെ തീർച്ചയായും ഇനിയൊരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ ഡി എയുടെ എം എൽ എമാരുടെ കൂടെ ഒരു സഹായമില്ലാതെ വരാൻ പറ്റാത്ത തരത്തിലാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയം എന്നുള്ള സത്യാവസ്ഥ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പോലും വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കാൻ നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഒന്നുകിൽ ഇപ്പം SDP യോഗം ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതല്ലെങ്കിൽ BDJs തുടങ്ങിയ കാലം ഒരു ശക്തമായ ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ആ നാട്ടിൽ ലോക്കലായിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ സ്ഥലത്തും നോക്കിയാൽ. മറ്റു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളുകളോ സ്ഥാനാർത്ഥികളോ ഞങ്ങൾ ഒരു സ്ഥലത്തും മത്സരിച്ചിട്ടില്ല. ഈ പറയുന്ന വലിയ തീവ്രവാദ പാർട്ടികളുടെ എല്ലാം വോട്ട് വാങ്ങാൻ വേണ്ടി ഈ പറയുന്ന UDF-ഉം LDF-ഉം മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർ ഇപ്പോൾ SDP ഉൾപ്പെടെ PDP ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് വാങ്ങുന്നവരാണ് ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും. എന്നിട്ട് അവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്, NDA ആണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ജാതി രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ഇവിടെ NDA സംബന്ധിച്ചുള്ള അങ്ങനെ ജാതി രാഷ്ട്രീയം പറയുകയോ ചെയ്യുകയോ നമ്മളാരും ചെയ്യുന്നില്ല. SNDP യോഗത്തിന്റെ ഒരു ഡിസിഷൻ അല്ല, അത് ജനസംഖ്യ വളരെ വ്യക്തത പറഞ്ഞിട്ടുണ്ട്. യോഗത്തിന്റെ തീരുമാനം പറയണമെങ്കിൽ യോഗത്തിന്റെ കൗൺസിൽ കൂടി അതിനുശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് SDP യോഗത്തിന്റെ അഭിപ്രായമല്ല, ജനറൽ സെക്രട്ടറി കാഷ്വലായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം. SDP യോഗം സംബന്ധിച്ചോളം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് സാധാരണ അങ്ങനെ ഒരു ഇന്ന പാർട്ടിക്ക് സഹായം അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് SDP ഒരിക്കലും സ്റ്റാൻഡ് എടുക്കാറില്ല എന്നുള്ള സ്ഥിതിയാവസ്ഥ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു. ന്യൂ ഡേ സ്പൈസസ്